Very simple, specific അയ്യോ മഴയാ മഴയാ എവിടെ? നീ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്ക്. മഴയില്ല അപ്പച്ചി, രാവിലെ തന്നെ കണ്ണടിച്ചു പോയ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അല്ല മഴ പെയ്യേണ്ടതാണല്ലോ. അതെന്ത്? നീ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നു. ആക്കിയതാണല്ലേ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. പോ അപ്പച്ചി, എനിക്ക് നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്, അതാണ് ഇരുന്ന് പഠിക്കണേ. ടെസ്റ്റാ? എന്തോന്നു? ഇംഗ്ലീഷിന്റെ. പഠിച്ചു കഴിഞ്ഞാ? ഇല്ല. ഇപ്പൊ തുടങ്ങിയോളൂ. അപ്പച്ചി ഒന്ന് പഠിപ്പിച്ചു തരും. ഇവിടെ എവിടെ എനിക്ക് വേറെ പണിയുണ്ട്. ഒരു കാര്യം ചെയ്യാം, നീ ഇത് കംപ്ലീറ്റ് വേഗം പഠിച്ചു തീർത്തിട്ട് വരുമ്പോഴേക്കും ഞാൻ നല്ല ചൂട് ഇടിയപ്പവും മുട്ടക്കറിയും തരാം. ഇടിയപ്പോ? എന്ത്? ഇപ്പൊ എത്ര മണിയായി? ഒരു 7 മണിയൊക്കെ ആയിക്കാണ്. ഷേ, ഇത്ര രാവിലെ ആരെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ? ആരെങ്കിലും കഴിക്കുമെന്ന് എനിക്കറിയണം, പക്ഷെ നിനക്കങ്ങനെ നേരം കാലമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇല്ല, പക്ഷെ എന്നാലും എനിക്ക് ഇടിയപ്പം മുട്ടക്കറിയും കഴിക്കാനുള്ള ഒരു മൂടില്ല. മൂടില്ലേ? എനിക്ക് ചായയും മിസ്റ്ററും തരൂ. ചായ മിച്ചറോ? നിനക്ക് വിശക്കുന്ന? വിശക്കണം, നല്ല വിശക്കുന്ന. നല്ല വിശപ്പുണ്ട്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ആ വിശപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന് പഠിക്കും. അതെന്ത്? അല്ല, വിശപ്പ് സഹിച്ചിരുന്ന് പഠിച്ചാൽ വേഗം തലേക്ക്. അങ്ങനെ കാര്യം പറഞ്ഞേ? അതെനിക്കറിയാടി. ഈ വിശപ്പ് സഹിച്ച് മുണ്ട് മുറുക്കി ചിമ്മിനി വെളിച്ചത്തിരുന്ന് പഠിച്ച ആൾക്കാരൊക്കെ വലിയ നിലയിലെത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് അത്രയും വലിയ നില എത്തണ്ട. നീ അത്ര വലിയ നിലയിലെത്തണ്ട, നീ ഒരു 1ാമത്തെ നിലയെങ്കിലും എത്തണ്ടേ. നീ ഇപ്പൊ വിശപ്പ് സഹിച്ചിരുന്ന് പഠിക്കും. കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നിനക്ക് നല്ല ചൂട് ഇടിയപ്പം മുട്ടക്കറി റെഡിയാക്കി കഴിക്കാം. ഓക്കെ? ഓക്കെ, ചിരിക്കൂലേ? പഠിക്കട്ടെ. പിങ്കി, പിങ്കി, എടി പിങ്കി. എന്ത്? എന്താ അപ്പച്ചി? എടി സത്യം പറ, നീ മുട്ട എടുത്താ? മുട്ടയാ? ഞാൻ മുട്ടയൊന്നും എടുത്തില്ല. അപ്പൊ മുട്ട എവിടെ പോയി? എനിക്കെന്നറിയാം, എനിക്കെന്തിനു മുട്ട? അയ്യോ, നിനക്ക് എന്തിനു മുട്ടാന്ന് അറിഞ്ഞൂടെ? നീ പുളിച്ചെല്ലാം ഉണ്ടായി കഴിച്ചാന്ന്. എനിക്ക് മുട്ടയോട് അങ്ങനെ ആക്രാന്തം നെഹി. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് ഓംലെറ്റ് ചോദിക്കുമല്ലോ എൻ്റെ അടുത്ത്. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം, പക്ഷെ ആക്രാന്തം നെഹി. എടി പിന്നെ ആ 10 മുട്ട എവിടെ പോയി? നീ എന്നിട്ട് എന്നെ നോക്കണേ? അപ്പച്ചിയല്ലേ മുട്ട എടുത്ത്? എടി മുട്ട എടുത്തിട്ട് ഞാൻ മുട്ട എവിടെ നിന്ന് അന്വേഷിക്കണം എന്തിന്? അപ്പച്ചി വല്ല ബ്യൂട്ടി ടിപ്സ് പരീക്ഷിക്കാൻ മുട്ട വല്ല എടുത്താ? അയ്യോ, ബ്യൂട്ടി ടിപ്സ് പരീക്ഷിക്കാനായിട്ട് 10 മുട്ടയല്ലേ എടുക്കണത്? അല്ല, അപ്പച്ചിക്ക് എന്റെ അത്ര സൗന്ദര്യം ഇല്ലല്ലോ, ചിലപ്പോ അങ്ങനെ അസൂയ മൂത്തെങ്ങാനും. വെറുതെ അല്ലേ നീ കണ്ണാടി വെച്ച് നടക്കണത്? തമാശ കളിക്കല്ലേ. നീ മര്യാദയ്ക്ക് പറ, 10 മുട്ട നീ എടുത്താ തിന്നാ എന്ത് ചെയ്ത്? ഞാൻ എടുത്തില്ലെന്ന്. പിന്നെ അത് എവിടെ പോയി? അതെവിടെ പോയി കാണും? എന്തായാലും മുട്ടക്കറി ഇല്ല, ഒരു തേങ്ങാ കറി ഇല്ല. മുട്ടക്കറി ഇല്ലേ? പിന്നെ നിന്നെ പിടിച്ച് പുഴുങ്ങിടട്ടാ. എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഇന്നിപ്പോ ചൂട് ഇടിയപ്പോ ഓണിയൻ റോസ്റ്റും കഴിക്കും. നിങ്ങളെ ഭർത്താവിനോട് ചൂട് ഇടിയപ്പം തരാം, മുട്ടക്കറി തരാന്നൊക്കെ പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചിട്ട് അത് മുട്ട കട്ടെടുക്കുമ്പോൾ ആലോചിക്കണേ എന്റെ കള്ളിപ്പിങ്കി. വീട്ടിൽ കയറി വരാനായിട്ട് ഇങ്ങനെ പെരുമാറുന്നത് അപ്പച്ചി. പിന്നെ 10 മുട്ട. എന്തോന്ന് പരിപാടി? അത്തപ്പൂട്ടുണ്ട്. എന്ത് വയ്യേ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണ്? എന്ത് എന്നോട്ട് തുടങ്ങി ഈ വർക്കൗട്ട്? ഞാൻ പണ്ടുകൊണ്ട് ചെയ്യോടി, നീ ഇതൊന്നും കാണാത്തതിൽ. അല്ല, ഈ വർക്കൗട്ട് മാത്രം മതിയോ? ഫുഡൊന്നും വേണ്ടേ? ഫുഡ് വേണോടി, കഴിക്കണം. സാധാരണ ഏത് ഫുഡാ കഴിക്കാറ്? കാണാൻ തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അതല്ല, ഈ വർക്കൗട്ട് ചെയ്യുമ്പം ഇതിനുള്ള ഡയറ്റ് ഇല്ലേ, അതെന്താ കഴിക്കാറ്? ചിക്കൻ ബ്രസ്റ്റ്, എഗ് വൈറ്റ്, മുളപ്പിച്ച പയർ, അങ്ങനെയൊക്കെ കഴിക്കണം. കഴിക്കണോ അല്ലേ? കഴിച്ചില്ലേ അപ്പൊ? ഇവിടെ കഴിക്കണ്ട, എന്റെ അപ്പച്ചി വല്ലതും തരണ്ടേ? അവക്ക് ഇതുവല്ല അറിയാം. തന്നില്ലെങ്കിൽ എടുത്ത് കഴിക്കണം. കറക്റ്റ്. നീ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു, നീ ഒരു കാര്യം ചെയ്യും, നൈസിനെ പോയിട്ട് ഒരു 5 മുട്ട പേപ്പർ പൊതിഞ്ഞ് കൊണ്ടുപോകും. കഴിക്കാം. ശരി. മുട്ടയില്ല. ഇല്ല. മുട്ടയില്ലേ? ഇല്ല. പോളി കിടന്നു. ഞാൻ ഇന്നലെ അങ്ങോട്ട് എണ്ണി വെച്ചാണല്ലോ 10 മുട്ട. 10 മുട്ട ഉണ്ടായിരുന്നു. ഒരു മുട്ട പോലും ഇപ്പൊ ഫ്രിഡ്ജിനകത്തില്ല. ആര് പറഞ്ഞു?
10 മുട്ട ഉണ്ട് എനിക്കറിയാം. സത്യം പറ, എന്റെ കണ്ണിലോട്ട് നോക്ക്. നിങ്ങളല്ലേ മുട്ട എടുത്തേ? നിങ്ങൾ തന്നെ അതാ കണ്ണ് എന്റെ ഇപ്പുറത്തോട്ട് പോയി, കൃഷ്ണമണി ഇപ്പുറത്തോട്ട് പോയി. നിങ്ങൾ തന്നെ മുട്ട എടുത്ത് 10 മുട്ട മൊത്തം തിന്നിട്ട് ഇരിക്കണുണ്ടല്ലേ മുട്ട കള്ളൻ. നിനക്ക് എന്തായാലും വേണ്ട കിറുക്ക. എനിക്ക് കിറുക്ക് കണ്ടുപിടിക്കും മക്കളെ, ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്റെ പുലിനട വീടാണേ, എന്റെ മുട്ട പപ്സാണ്, എന്റെ മിൽക്ക് ഷേക്ക് ആണേ സത്യം. ഈ മുട്ട കട്ടവനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇവക്ക് പ്രാന്ത എന്തിനാണെന്ന് തോന്നുന്നു. അങ്ങനെ വരായിരിക്കും, അങ്ങനെയല്ലേ മോള്. എടി നീ എന്തോന്നാ മണം പിടിച്ചോണ്ടിരിക്കണേ? ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഒരു അന്വേഷണത്തിലാണ് ഞാൻ. അന്വേഷണത്തിലാ? കിട്ടുന്നുണ്ടോ എന്ത് മണം? എന്തിന്റെ മണം? മുട്ടയുടെ. മുട്ടയുടെയാ? ഇല്ല, എനിക്കൊന്നും കിട്ടണില്ല. എനിക്കും പറഞ്ഞില്ല. അയ്യോ മുട്ട. അപ്പച്ചി 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 അപ്പച്ചി, കിട്ടി കിട്ടി. എന്ത് കിട്ടി? എന്ത് മുട്ട? നോക്ക്, നല്ല ഫ്രഷ് മുട്ട മണം വെച്ചു. എന്റെ ദൈവമേ, ഇത്രയും മുട്ടയൊക്കെ ഒറ്റയടിക്ക് ആരടി തിന്നണത്? ആ, അത് മിക്കവാറും നിങ്ങളെ ഭർത്താവേ. എന്റെ ഭർത്താവ് രാമങ്കള് മറന്നുപോയാ? അതല്ല, അങ്ങേർക്ക് ഇത്രയും മുട്ട. ഇത്രയും മുട്ട ഒറ്റയടിക്ക് തിന്നാനുള്ള ആമ്പയർ അങ്ങേർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങേരാണ് തിന്നെങ്കിൽ എനിക്ക് അറിയണമല്ലോ. കാണിച്ചുതരാം. ചേട്ടാ ചേട്ടാ, ഓ എനിക്ക് പക്ഷെ എന്തൊരു കഷ്ടോടി ഇതൊക്കെ. എന്ത് എനിക്കിപ്പോ അറിയണം, എനിക്ക് സത്യം അറിയണം. ബൈരി പറഞ്ഞത് പറ. നിനക്ക് എന്ത് സത്യമാണ് അറിയേണ്ടത്? എനിക്ക് മുട്ടയുടെ സത്യം അറിയണം. ഓ, മുട്ടയുടെ സത്യം, അതായത് പ്രപഞ്ച സത്യം. മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായെന്നുള്ള ആ സത്യം. നിന്റെ അഭിപ്രായത്തിൽ ഏതാണ് ആദ്യം ഉണ്ടായത്? ചേട്ടന്റെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? എന്റെ അഭിപ്രായത്തിൽ മുട്ടയാണോ കോഴിയാണോ ഏതാണ് ആദ്യം ഉണ്ടായെങ്കിലും ഞാൻ രണ്ടും തിന്നും. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളാണല്ലേ എന്തോന്ന്? ആ 10 മുട്ട തിന്നത്? 10 മുട്ട ഞാൻ അടുക്കള വെച്ചിരുന്ന 10 മുട്ട തിന്നത് നിങ്ങളല്ലേ? ആ പങ്ക പെണ്ണ് കൂടെ വന്ന് അതുപോലെയാണ് പറഞ്ഞത്. നിനക്കൊക്കെ ഭ്രാന്താണോ? എനിക്ക് അറിയണത്തോണ്ട് ചോദിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം. രാവിലത്തെ മുട്ട റോസ്റ്റിനുള്ള മുട്ട, ഉച്ചയ്ക്ക് മുട്ട അവിയൽ ഉണ്ടാക്കാനുള്ള മുട്ട, രാത്രി മുട്ട തോര ഉണ്ടാക്കാനുള്ള മുട്ടയാണ് ഇവിടെ തീർന്നിരിക്കുന്നത്. ഇനി ഞാൻ ഒറ്റ സാധനം അടുക്കള കയറി ഉണ്ടാക്കൂല, പറഞ്ഞേക്കാം. 5 നേരം ഇവിടെ മുട്ട വയ്ക്കാൻ തരും. ചന്ദ്രനെ മുട്ട തട്ടായത് എനിക്ക് അറിയണത്തോണ്ട് ഇത്രയും മുട്ടയും തിന്നുകൂടാ, വല്ല പിത്തവും വരും. 10 മുട്ട ഒറ്റയടിക്കുന്ന കേറ്റ, അതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് നീയൊക്കെ ഭ്രാന്താണ്. എന്റെ ചേട്ടാ, ഇങ്ങനെ മുട്ടയിൽ നിന്നിട്ട് മുട്ട കള്ളം പറയാൻ നിനക്ക് നാണമില്ലല്ലോ. മുട്ട കള്ളൻ. മുട്ടക്കള്ള നിന്റെ എനിക്ക് പൊടി പെരുങ്കൾ. ഇവളുമാർക്ക് എന്തിന്റെ അസുഖം മനസ്സിലാവണില്ലല്ലോ. ഇവിടെ എന്തൊരു വേളം കേട്ടത്? അതാ ചിന്നും പിങ്ങിയും കൂടെ വന്ന് വേളം വെക്കണം ഇവിടെ. എന്തിന്? ആ ചിന്നുവിന്റെ ഫ്രിഡ്ജിൽ ഇരുന്ന 10 മുട്ട അവള് മുട്ട കൊണ്ടാട്ടത്തിന് വെച്ചിരുന്നത് ഞാൻ എടുത്ത് വിഴുങ്ങിയെന്ന്. നീ വിഴുങ്ങിയില്ലേ? 10 മുട്ട വിഴുങ്ങാൻ ഞാൻ തരും മൂർക്കപ്പാ. പിന്നെ ആര് വിഴുങ്ങി? എനിക്ക് തോന്നുന്നു അച്ഛനാണെന്ന്. എന്നെ പറയടാ, നിന്റെ വയറ് കണ്ട അറിയാലോ 10 മുട്ട നീ ആണ് വിഴുങ്ങി. അപ്പൊ അച്ഛന്റെ വയറ് നോക്കാം അങ്ങോട്ട്. ഇത് വയസ്സായതാണ് കേട്ടാ. ആ വയറിന്റെ പ്രായമല്ല ഞാൻ ചോദിച്ചാ, മുട്ട വിഴുങ്ങിയ കാര്യമാണ് ഞാൻ ഈ പറയണത്. മുട്ട തിന്നാലേ അത് പറയാനുള്ള ധൈര്യം വേണം. കട്ട് തിന്നോണ്ട് മുണ്ടാതെ ഇരുന്നാ പോരാ കേട്ടാ. മുട്ട കള്ളായി തിന്ന് പെരുവെച്ചോണ്ട് ഇരിക്കണ്. എന്തിണ്ടാ നാക്കെടുത്ത് കളത്തന്നെ പറഞ്ഞ മുട്ടയെ പറ്റി കറ്റിക്കൊണ്ട്. ഇന്നലെ ആ 10 മുട്ട അങ്ങ് തിന്നാ മതിയായിരുന്നു. വെറുതെ ഒരു പേരും കേപ്പിച്ച് ആരായിരിക്കും മുട്ട എടുത്ത് തിന്നത്? എടി, നീ എന്നെ ഇവിടെ പിടിച്ചിരുത്തേക്കണെന്ന് എനിക്ക് ഒരുപാട് പണിയുണ്ട് അവിടെ. അപ്പൊ ഒരു 5 മിനിറ്റ് മുട്ട എങ്ങനെ പോയെന്ന് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചു. ഓക്കെ, ശ്രദ്ധിക്കാം. മുട്ട പോയ വഴി. ഓക്കെ.
നമ്മൾ സംശയിക്കുന്ന പ്രതികൾ. ആദ്യത്തത് രാമൻ. ഓക്കെ. നമ്മൾ രണ്ടാമത് സംശയിക്കുന്ന ആൾ മാമൻ. മാമനല്ല, അപ്പു. അതന്നെ മാമൻ. ആ, മാമൻ. ഓക്കെ, ഷോ മാമൻ. മൂന്നാമത്തത് പിങ്കി. പിങ്കിയ? എന്നെ സംശയിക്കാൻ പറ്റൂല. എന്ത്? ഞാനല്ലേ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നേ, അപ്പൊ എന്നെ സംശയിച്ചൂടാ. മൂന്നാമത്തെ ആര്? ചിന്നു. എടി, എന്നെ എന്തിനാ ഈ ലിസ്റ്റിൽ പെടുത്തണത്? ഞാൻ അല്ലേ നിനക്ക് കംപ്ലൈന്റ് തന്നത്? ഞാൻ വാദിയല്ലേ? പല കേസുകളിലും വാദിയാണ് പ്രതിയായിട്ടുള്ളത്. അവിടെ നിങ്ങളെ സംശയിക്കാം. ഓക്കെ, ചിന്നു. ഇനി അടുത്ത് ഇവിടെ ശ്രദ്ധിക്കണം. ഇതാണ് കിച്ചൺ. കിച്ചന്റെ അടുത്തുള്ള മുറി ആരുടെയാണ്? മാമൻ. ആ, അപ്പൂന്റെ. അതിന്റെ മുകളിലത്തെ നിലയിൽ അടുത്ത മുറി അതാരുടെ മുറിയാണ്? എന്റെ ചേട്ടന്റെ. നിങ്ങളുടെ. അതിന്റെ ഇവിടെ ഒരു കുഞ്ഞു മുറിയുണ്ട്. നിന്റെ മുറി. എന്റെ മുറി. പക്ഷെ ഞാൻ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഞാനല്ല. അത് ഞാനല്ല, വെട്ടിക്കളയാം. ഓക്കെ, ആദ്യം നമുക്ക് അപ്പൂന്റെ കാര്യം എടുക്കാം. ഈ അപ്പു എന്ന് പറയുന്നത് ഇന്നലെ എവിടെയാണ് കിടന്നുറങ്ങിയത്? വർക്ക്ഷോപ്പില്. വർക്ക്ഷോപ്പിനകത്ത്. അപ്പൊ രാവിലെ നല്ല തണുപ്പായിരിക്കും. അപ്പൊ ഈ വെളുപ്പ രാവിലെ ഇവിടെ വന്ന് മുട്ട കട്ട് തിന്നാനുള്ള ആംബിയർ ഉണ്ടാവൂല. അടുത്ത പാര സംശയിക്കണം. മുകളിലത്തെ മുറി. മുകളിലത്തെ മുറിയിൽ നിങ്ങൾ രണ്ടുപേരും ഉണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരെ സംശയിക്കണം. എടി, നീ പിന്നെ എന്നെ സംശയിക്കണം എന്തിനെന്ന്? അന്ന് നിങ്ങൾ സംശയിച്ചെന്ത്? എടി, എനിക്ക് വ്രതമാണ്, ഞാൻ മുട്ട എടുക്കൂല. വ്രതോ? ഓ മൈ ഗോഡ്. മുട്ട, വ്രതം, ചിഹ്നം, രാമൻ. കേസ് ഔട്ട്. രാമനാണ് പ്രതി. രാമൻ തന്നെ തന്നല്ലേ? ഓക്കെ, ഞാൻ ഒന്നും കൂടെ തെളിയിച്ചു. രാമൻ ഈസ് ഈക്വൽ ടു പ്രതി. കലക്കടി. താങ്ക്സ്. മക്കളെ, ഈ 10 മുട്ട എടുത്തത് ആര്? മാമന്റെ പേര് വെട്ടണ്ട. ഈ 10 മുട്ട പോയവരെ മാമ എങ്ങനെ അറിഞ്ഞു? രാമൻ പറഞ്ഞു. വെട്ടിക്കോ വെട്ടിക്കോ. മക്കളെ, ഈ മുട്ടയൊക്കെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുമ്പോഴേ കൂട്ടി വച്ചൂടെ? ഓ, പൂട്ട് വെക്കാൻ തോന്നുന്നത് അലമാരെ. മുട്ടയല്ലേ പോയുള്ളൂ, സ്വർണ്ണമൊന്നുമല്ലല്ലോ. ഡേടി, നിനക്ക് സ്വർണ്ണം കുട്ടി തിന്നാൻ പറ്റൂ? ഇല്ലല്ലോ. മുട്ട ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോറി, റിലാക്സ്. മക്കളെ, മക്കൾക്ക് അറിഞ്ഞൂടെ ഇവിടെ ഉള്ളതൊക്കെ ആർത്തി കൂട്ടാക്കളാണെന്ന് അറിഞ്ഞൂടെ? എല്ലാരെയും സംശയിക്കണം. അതിന് വേണ്ട, ഞാൻ ഇവിടെ പ്രതിയെ കണ്ടുപിടിച്ച്. ദാണ്ട വരുന്നല്ലോ മുട്ട എടുത്ത മുട്ടക്കള്ള. കുറെ നേരം കൊണ്ട് 3 എണ്ണം കൂടെ തുടങ്ങിയൊക്കെയാണ്. ഞാനൊന്നും അല്ല ഇവിടെ മുട്ട എടുത്തത്. നിങ്ങൾ ഇനി എത്ര പറഞ്ഞാലും ഞാനല്ല മുട്ട എടുത്തത്. അല്ല, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, നിങ്ങൾ എന്താ അച്ഛനെ സംശയിക്കാത്ത? ഞാൻ നേരത്തെ പറഞ്ഞാണ് എന്നെ ഇതിനകത്തിട്ട് വലിച്ചഴക്കണ്ട. അപ്പൊ എന്നെ ഇതിനകത്ത് വലിച്ചഴക്കാമോ? മാമനെ സംശയിക്കാൻ പറ്റൂല. അത് കാര്യം ബ്ലൂ പ്രിന്റ് ഇല്ലല്ലോ. ബ്ലൂ പ്രിന്റ്. അപ്പൊ എവിടെ സംശയിക്കാത്ത? എവിടെ ആയിരിക്കും എടുത്തത്? എന്നെ സംശയിക്കാൻ പറ്റില്ല. ഐ ആം ദ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ. ഒറ്റ ആടി നിന്റെ ചെവിക്കല്ലോക്കി തന്നാ എങ്ങനെ ഇരിക്കുന്നറിയാം. കുറെ നേരം കൊണ്ട് പൊട്ടത്തരം പറഞ്ഞു രാവിലെ. നീ എന്നെ എടുത്തത്? നിന്റെ മോൻ കണ്ട അറിയാലോ. ഞാനല്ല. പക്ഷെ നോ നോ വേ. നീ എന്നെ കേട്ടാ? ഞാനല്ല. രാമനെ കൊണ്ട് പ്രതി. രാമനാണ്. രാവിലെ മുട്ടക്കറി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് എന്നെ കുതിപ്പിച്ചാണ്. ആണ്ടെ ഇപ്പൊ ഉള്ളിക്കറി മാത്രം. ഈ രാമയുടെ ചേട്ടൻ അവിടെ പണയം കിടക്കുന്നു. മുട്ട മോഷ്ടിച്ച രാമേട്ടനാണെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പണയം കിടക്കുന്നു. ഇന്ന് ആഹാരം കഴിക്കൂല, നിരാഹാരം ഇരിക്കാൻ പോണം. നിരാഹാരം കിടക്കുന്നു. സത്യം തെളിയുന്നവരെ അവിടെ ഇരിക്കാൻ പോണം എന്നാണ് പറഞ്ഞു. ഇത് വെറും ഉടായിപ്പാണ്. അപ്പോ രാമംഗളാണ് കുറ്റം ചെയ്തത്. ഞാൻ ഇവിടെ പച്ചവെള്ളം വരെ തെളിയിച്ചല്ലേ. അല്ല, അവനെ കൊണ്ട് നിരാഹാരം കിടക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അത് എനിക്കറിയാം. ഞാൻ പോയി അവനെ വിളിച്ചോണ്ട് വരാം. ഞാൻ വരാം. ആ വാ. ആരും കഴിക്കണില്ലേ? അവൻ വന്നിട്ട് കഴിക്കാം. അവനവിടെ വിളിച്ചോണ്ട് വെച്ചു. മക്കളെ, ഇടിച്ച് വാട ആഹാരം കഴിക്കാൻ. ഞാൻ പറഞ്ഞില്ല അച്ഛാ, ആഹാരം കഴിക്കാൻ വിളിക്കുമ്പോ മുട കാണിക്കല്ലേ. അച്ഛനെ കൂടെ എന്നെ കള്ളനാക്കിയില്ലേ? മക്കളെ, നീ ചെയ്യൂലെന്ന് അച്ഛൻ അറിയാം. നീ നല്ലവനല്ലേ? ഡാഡി പിള്ളേ, അപ്പൊ അച്ഛനാണ് മോട്ടിച്ചല്ലേ? ആവശ്യമില്ല, എന്റെ പടയിൽ കൊണ്ടുവിടല്ലേ, പറഞ്ഞില്ലാന്നുണ്ടാ. ചുമ്മാ ബഹളം ഉണ്ടാക്കല്ലേ. അങ്ങളെ വാ കഴിക്കാൻ പോവാ.
ഞാൻ വരണില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എപ്പാ കുറച്ച് മുമ്പേ പറഞ്ഞതാ, ഇപ്പോഴും പറഞ്ഞു ഞാൻ വരണില്ല. ഇത് എന്ത് കഷ്ടം ഇത്. അങ്ങളെ ഈ പ്രശ്നത്തിന് ഞാൻ ഒരു സൊല്യൂഷൻ പറയാം. നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര മുട്ടയാണ് കാണാൻ പോയെ? എത്ര മുട്ടയാണ് നിനക്കറിഞ്ഞൂടി? അപ്പൊ നിങ്ങൾ എണ്ണീട്ടല്ലേ ഇപ്പൊ മുട്ട എടുത്തേ? ചവിട്ടി കരുതുന്നുണ്ടല്ലോ. അതല്ല, നമ്മളെ വീട്ടിൽ നിന്ന് 10 മുട്ടയാണല്ലോ കാണാതെ പോയത്. ആണേ, ഓ ആ 10 മുട്ട നിങ്ങൾ കടയിൽ പോയി മേടിച്ചോണ്ട് വരണം. എന്നിട്ട് ആ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെക്കണം. വെച്ചാ വച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മുട്ടക്കള്ളൻ എന്നുള്ള പേരും പോവും, നിങ്ങളുടെ ഇമേജും തിരിച്ചു കിട്ടും. ശരി, മുട്ട ഞാൻ വാങ്ങിച്ചു വയ്ക്കാം. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനല്ല ഈ മുട്ട എടുത്തത്. ഈ മുട്ട തിന്നവൻ ഏതവനാണെങ്കിലും ഇപ്പൊ മുട്ട ശാവം അടിച്ച് പുഴുത്ത് മുട്ട പുഴുവ ഇവിടെ കിടക്കണത് ഞാൻ കാണും. എന്റെ മുട്ട ശാവം വലിക്കും. ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ മക്കളെ? വാ, നമുക്ക് ആഹാരം കഴിക്കാൻ പോവാം. കഴിക്കല്ലേ? ആളെ കൊന്നിട്ട് മോഷ്ടിച്ച മുട്ടയുമായി കടന്ന പ്രതിയുടെ പോക്കറ്റിൽ നിന്നും മൽപ്പിടുത്തത്തിനിടയിലാണ് പോലീസ് മുട്ടത്തോട് കണ്ടെത്തിയത്. അയ്യോ, മുട്ടയ്ക്ക് വേണ്ടി ഒരാളെ കൊല്ലേക്കെന്ന് വെച്ചാ? എടി പിങ്കി, നേരത്തെ ഞാൻ പറഞ്ഞു മുട്ട ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോ കൊല്ലേണ്ടിയൊക്കെ വരും. അതിവിടെ പറയേണ്ട ആവശ്യം തോന്നുന്നു. എന്നാൽ എന്റെ 10 മുട്ട എവിടെ പോയെന്നറിയാൻ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. എന്റെ പൊന്നപ്പച്ചി ഒന്ന് സമാധാനപ്പെട്. 10 മുട്ടയായിട്ട് രാമങ്ങൾ ഇപ്പൊ വരൂലേ? എന്റെ 10 മുട്ട എവിടെ പോയെന്നാലും? ഓ, ആ 10 മുട്ട എവിടെയെങ്കിലും പോട്ട്. ഞാൻ കട്ടെടുത്തു എന്ന് നിങ്ങളെല്ലാം കൂടെ പറഞ്ഞ കള്ളക്കഥയെ തുടർന്ന് കള്ളനല്ലാത്ത പാവം ഞാൻ വാങ്ങിച്ച 10 മുട്ട എന്നാ. ഭയങ്കര ഡയലോഗ് ആണല്ലോ. ആ, എന്റെ നാക്കണ മരണമെങ്കിൽ ഇത്രയെങ്കിലും പറയല്ലേ. എല്ലാം വിട്, എല്ലാം മറന്നോളാ. വാ, മുട്ട കിട്ടിയില്ല, നമുക്ക് പുളിസ് ഉണ്ടാക്കി തിന്നാം. അയ്യേ, ഇന്നിന് ഞാൻ ഒന്നും ഉണ്ടാക്കണില്ല. നമുക്ക് നാളെ മുട്ട അവിയലുണ്ടാക്കാം. നാളെയും മുട്ട അവിയല്ല. നാളെയും എന്ന് പറഞ്ഞാൽ ഇന്നേ ഉണ്ടാക്കില്ലല്ലോ. മുട്ട വാങ്ങിച്ചോണ്ട് വരണ്ടേത്. അപ്പച്ചി, ഈ മുട്ട അവിയൽ എങ്ങനെ ഉണ്ടാക്കണേ? സസ്പെൻസ്. വലിയ ഹസ്ബൻഡ് ഒന്നുമില്ല, വേണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ മോട്ടിക്കാത്ത 10 മുട്ട എടുത്ത് പുഴുങ്ങി അതിനെ കഴുകി അരിഞ്ഞ് കുറച്ച് കിഴങ്ങും കൂടെ പുഴുങ്ങിയിട്ടിട്ട് അതിനകത്ത് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് നശയ്ക്ക് പൊശക്കി എടുക്കുന്ന ഒരു സാധനമാണ് ഈ മുട്ട അവിയൽ. കൊള്ളാം. കൊള്ളാമോ? അപ്പൊ നീ കഴിക്കണ്ട. ഓ, എന്ത് പറ്റിയെന്ന് മനസ്സിലായില്ലേ? മുട്ട കള്ളി പിടിയില്ലായി. മുട്ടക്കില്ല ഇവിടാ. ആ, പിന്നെ ആര്? അതെങ്ങനെയാ ചേട്ടൻ അറിയാന്ന്? ഞാൻ ഇന്നലെ 10 മുട്ട വാങ്ങിച്ചോണ്ടൊന്നില്ലേ, അതിനെ ഞാൻ നൈസായിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് കാന്താരി അരച്ച് കലക്കി അതിന്റെ ജ്യൂസിനെ ഇഞ്ചക്ഷൻ എടുത്ത് വെച്ചിരുന്നു. എന്തടി നടി നീ മുട്ട എടുത്ത് മുഖത്ത് വെച്ചെന്തിന്? അതപ്പച്ചി, മുട്ട മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ വെളുക്കുമെന്ന് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു. എടി പിങ്കി, ഇതാണ് ദൈവം ഉണ്ടെന്ന് പറയുന്നത്. ഇന്നലെ നീ എന്തെല്ലാം ഡയലോഗാണ് എന്റെ അടുത്ത് അടിച്ചത്. അപ്പച്ചിക്ക് എന്റെ അത്ര സൗന്ദര്യം പോരാ, അതുകൊണ്ട് ബ്യൂട്ടി ടിപ്സ് പരീക്ഷിക്കാനായിട്ട് അപ്പച്ചി മുട്ട എടുത്ത് കാണും. നിനക്ക് അങ്ങനെയാണെങ്കിൽ വേണടി കള്ളിപ്പിങ്കി. കുറച്ചുകൂടെ വെളുക്കിട്ടിരുന്ന എന്തൊക്കെയാ നിന്റെ ഡയലോഗ് ഇങ്ങോട്ട് പാടി. നീ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ, നിന്റെ ബ്ലൂ പ്രിന്റ്, നിന്നെ മക്കളെ നീ നല്ലതുപോലെ വെളുത്തല്ലേ.